നമുക്ക് 6ാം ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗം നോക്കിയാലോ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാം അല്ലേ. അടുത്ത ഒരു കഹാനിയാണ്, ഒരു കഥ. അത് എഴുതിയിരിക്കുന്ന ആരാ? പാരോ ആനന്ദ്. ആ കഥയുടെ പേരെന്താണ്? യൂരു. യൂരു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ഒരു കങ്കാരുക്കുഞ്ഞ്. നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. ആദ്യത്തെ 4 ലൈൻസ് നമുക്ക് വായിച്ചിട്ട് പറയാം. ഓക്കെ अल्ले नोकिके। रूरू एक कंगारू का बच्चा था। कंगारू के बच्चों को जोइस कहते हैं। वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं। वाइकनो। रूरू एक कंगारू का बच्चा था। कंगारू के बच्चों को जोइस कहते हैं। वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं। മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത്ത. രൂരു എന്ന് പറയുന്ന ആരാണ്? ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. കങ്കാരു കെ ബച്ചോं को जोइस कहते हैं. കങ്കാരുവിൻ്റെ കുട്ടികൾ എന്താ പറയുന്നത്? ജോയ്സ് कहते हैं. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा. എന്താണ്? എങ്ങനെയെന്ന് വെച്ചാൽ പട്ടിയുടെ കുട്ടിക്ക് എന്താണ് പറയുന്നത്? പില്ല എന്നും പൂച്ചക്കുട്ടിക്ക് എന്താ പറയുന്നത്? ബിലൗട്ടായും. അതുപോലെ തന്നെ കങ്കാരുവിൻ്റെ കുട്ടിക്ക് എന്താ പറയുന്നത്? ജോയിസ്. മനസ്സിലായി? ഇനി പതിയെ നമുക്ക് അടുത്തത് വായിക്കാം. നോക്കിക്കേ. ഉസ്കി अम्मी उसे रूरू बुलाती थी क्योंकि वह हमेशा रोता रहता था। रो क्यों रहे हो? अम्मी ने फिर पूछा। क्या तुमको बहुत अकेला अकेला लगता है बेटा? जब से एक बारीक सी आवाज़ आई। हाँ, मेरा कोई दोस्त नहीं. നമുക്ക് അതിൻ്റെ ബാക്കി അർത്ഥം കൂടെ നോക്കിയാലോ. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി ഥി. എന്താ? അവൻ്റെ അമ്മ എന്താണ് അവനെ വിളിക്കുന്നത്? രൂരു. എന്തോ അതിന് കാരണം? ക്യോങ്കി. കാരണം എന്താണ്? ഹമേശ രോത്ത രഹദാദ. അവന് എപ്പോഴും എന്താണ്? കരച്ചില്ല. ഹമേശ രോത്ത. ഇസ്ലിയേ ഉസ്കെ അമ്മി ഉസേ രൂരു കഹത്തെ ഹേ. രോ ക്യോ രഹേ ഹോ? എന്തിനാണ് നീ എപ്പോഴും കരയുന്നത്? എന്താണ് നീ കരയുന്നത്? അമ്മീനെ പേർ പോച്ച. അമ്മ വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അകേല അകേല ലഗ്താ ഹേ ബേട്ട. എന്താ മോനെ? ക്യാ തുംകോ, നിനക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ മോനെ? എങ്ങനെ തോന്നുന്നോ? ജേബ്സെ ഏക് ബാരിക് സി ആവാസ് ആയി. എന്താണ്? അതിൻ്റെ അടിത്തട്ടിൽ വയറിൻ്റെ അവിടുന്ന് എന്താണ്? ഒരു ചെറിയ ശബ്ദം വന്നു. ഒരു ചെറിയ ശബ്ദം. നോക്കിക്കേ, അത് നമ്മുടെ പാഠത്തിനകത്ത് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ജേബ്സ് എന്നുള്ള ജേബ് എന്ന് പറഞ്ഞാ കങ്കാരുവിൻ്റെ ആ സഞ്ചിക്കാ പറഞ്ഞത്. അതിൻ്റെ ആ മടിവശം. അതിനകത്തുനിന്ന് ഒരു ചെറിയ ശബ്ദം. ബാരിക്സി ആവാസായി. ആ മേരെ പോയി ദോസ്തിനെങ്കിൽ. എന്താ? എനിക്ക് ഒരു കൂട്ടുമില്ല, എനിക്ക് ആരും കൂട്ടുകാരില്ല. അതാണ് അവൻ എപ്പോഴും കരച്ചില്, എപ്പോഴും രോത്താരാഘാത. മനസ്സിലായോ? നമുക്ക് അടുത്ത ലൈനിലോട്ട് പോയാലോ. अम्मी खुशी से कूदने फादने लगी तो इसलिए उदास रहता था मेरा बच्चा. वो देर तक कूदती रही है. अम्मी खुशी से कूदने फादने लगी तो इसलिए उदास रहता था मेरा बच्चा. वो देर तक कूदती रही. അമ്മ എന്താണ്? സന്തോഷത്തോടെ കൂതിനെ ഫാദിനെ ലഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടി അല്ലേ. അമ്മ നല്ല സന്തോഷത്തോടെ തുള്ളിച്ചാടി തുടങ്ങി. എന്താണ്? तो इसलिए उदास रहता था मेरा बच्चा. നീ അതുകൊണ്ടാണോ അപ്പടി ഉദാസീനായിട്ടിരുന്നത്? वो देर तक कूदी है. കുറേ നേരത്തേക്കിന് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? തുള്ളിച്ചാടി.
അടുത്ത ഭാഗം എന്തെന്ന് നോക്കാം. रूरू अब टाइम आ गया बच्चा, अम्मी की गोद से निकलो और बाहर जाकर दोस्त बनाओ. रूरू ने थोड़ा डरते हुए छिचकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. दुनिया कितनी बड़ी थी, कितनी सुंदर, कितने सारे रंग, आवाज़ें, कितनी खुशबू. रूरू अब टाइम आ गया बच्चा, അമ്മ അവനോട് പറയുകയാണ്, രൂരു മോനെ ഇപ്പോൾ സമയമായി, അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. അമ്മയ്ക്ക് ഗോദ് സേ നിക്കലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. എന്താണ് അമ്മയ്ക്ക് ഗോദ് സേ? അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അമ്മയുടെ ആ സഞ്ചിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങാൻ രൂരിനോട് പറയുവാണ് അമ്മ. അമ്മ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് ഗോദ് സേ നിക്കലോ, അമ്മയുടെ തട്ടിൽ നിന്ന് മടിത്തട്ടിൽ നിന്ന് ഇറങ്ങൂ. ഔർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, വെളിയിലോട്ട് ഇറങ്ങൂ. എന്നിട്ട് എന്താണ്, നിനക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കൂ, കൂട്ടുകാരെ കണ്ടുപിടിക്കൂ. രൂരുവിനെ ധോട ഡർത്തെ ഹുയേ, രൂരുവിനെന്താ ഡോട, ചെറിയ പേടിയുണ്ട്. ഡർനാന്ന് പറഞ്ഞാൽ പേടിക്ക്. ധോട ഡർത്തെ ഹുയേ ജിജക്തേ ഹുയേ ഹോലേസി അമ്മയ്ക്ക് ജേബ് സെ സിർ ബാഹർ നികല. പേടിച്ച് വിറച്ച് രൂരു എന്തെടുത്തു? അമ്മയുടെ ആ കുഞ്ഞു സഞ്ചിയിൽ നിന്ന് പതിയെ തല പുറത്തോട്ടിറക്കി നോക്കി. ദുനിയ കിത്തിനി ബഡീ. അപ്പോഴാണ് എന്താ രൂരു ആ ലോകം കാണുന്നത്. ദുനിയ കിത്തിനി ബഡീ. ഈ ലോകം ഇത്രയും വലുതായിരുന്നോ? കിത്തിനി സുന്ദർ, എത്ര സുന്ദരമാണ്. കിത്തിനെ സാരേ രംഗ്, എത്ര പല നിറത്തിലുള്ള വർണ്ണങ്ങളാണ്. ആവാസേ, ശബ്ദങ്ങൾ, എത്ര പ്രത്യേകതകളുള്ള ശബ്ദങ്ങളാണ്. കിത്തിനി ഖുഷ്ബു, എത്ര വ്യത്യാസമുള്ള മണങ്ങളാണ്. ഇനി ഈ ഭാഗത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ രൂരിനെ ക്യാ ക്യാ ദേഖേ ഹോംഗെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ, ജേബിൽ നിന്ന് അമ്മയുടെ ആ സഞ്ചിയിൽ നിന്ന് തല വെളിയിലോട്ടിട്ടപ്പോൾ രൂരു എന്തൊക്കെ കണ്ടു കാണും? ക്യാ ക്യാ ദേഖേ ഹോംഗെ, എന്തൊക്കെയായിരുന്നു കണ്ടത്? രംഗബിരംഗ ദുനിയ അല്ലേ. ദുനിയ കിത്തനീ ബഡീ, കിത്തന സുന്ദർ, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ രൂരു എന്തൊക്കെയാ കണ്ടത്? ഈ ലോകം. പിന്നെ രംഗബിരംഗെ ഫൂൽ, ജാൻവർ, അതിനെ उसने देखा है അല്ലേ. ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അടുത്ത ഭാഗം കൂടെ വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. पर रूरू सहम गया, इतनी बड़ी दुनिया थी बाहर. अम्मी कंगारू थोड़ी देर तो सब्र किए रहे, फिर हल्के से थपकी दी. फिर रूरू को खुद जेब से निकलने की कोशिश करते देखने लगी. आखिर रूरू जेब से बाहर निकला. पर रूरू सहम गया. രൂരു എന്താ? രൂരു പേടിച്ച് നിൽക്കുക, രൂരു പകച്ചു നിന്നു. സഹം ഗയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറിനകത്ത് ചോദ്യമുണ്ട്. സഹം ഗയയുടെ ആൻസർ പകച്ചുപോയി അല്ലേ. സഹം ഗയ പകച്ചുപോയി. ഇത്തിരി ബഡി ദുനിയാ നീ ബാഹർ, ഇത്രയും വലിയ ലോകമായിരുന്നോ പുറത്ത്? ബാഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത്. ബാഹർ, അന്തർ എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത്. അന്തറിന്റെ വിപരീതം, ഓപ്പോസിറ്റ് വേർഡാണ് എന്താണ്? ബാഹർ. ഇത്തിനി ബഡി ദുനിയ, ഇത്രയും വലിയ ലോകമാണോ? അമ്മി കങ്കാരു ധോടി ദേർ തോ സബ്ർ കിയേ രഹി. അമ്മി കങ്കാരു ധോടി ദേർ തോ സബ്ർ കിയേ രഹി. അമ്മ എന്താണ്? കങ്കാരു അമ്മ എന്നാ എടുത്തു? കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഇവൻ എന്താ ചെയ്തെന്ന് അറിയണ്ടേ? ഫിർ ഹൽക്കെ സെ തബക്കി ദി. ഇതിനകത്ത് അർത്ഥമുണ്ട് കേട്ടോ. സബ്ര കിയേ രഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമയോടെ നിന്നു, കുറച്ചു നേരം ക്ഷമയോടെ നിന്നു അമ്മ അല്ലേ. എന്നിട്ട് എന്താണ്? സബ്ര കിയേ രഹി, ഫിർ ഹൽക്കെ സെ തബക്കി ദി. പതിയെ അവൻ്റെ തോളെ തട്ടി എന്നിട്ട് പറഞ്ഞു എന്താണ്? രൂരുവിനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു.
फिर रूरू को खुद जेब से निकलने की कोशिश करते देखने लगी. रूरू തന്നെ പുറത്തോട്ടിറങ്ങാനുള്ള ഇറങ്ങുമെന്ന് ഞമ്മ നോക്കിയിരുന്നു. ആഖിർ രൂരു ജേബ് സെ ബാഹർ നിക്കല. പിന്നെ എന്തായി? രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തിറങ്ങി. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം. ഓക്കെ, ബൈ.